മാത്തച്ഛൻ ചേട്ടാ, ഇതാ ഈ വണ്ടിക്ക് എന്ന് റിപ്പയറാ. അതുകൊണ്ടാ മാത്തച്ഛൻ ചേട്ടനോട് തന്നെ വരണമെന്ന് പറഞ്ഞത്. അങ്ങനെ വലിയ പണിയൊന്നുമില്ല, ഉടനെ തീർത്തേക്കാം. കൊച്ചമ്മേ, എനിക്ക് ലക്ഷ്മിയെ കൂട്ടി ഡോക്ടറെ പോകണമായിരുന്നു. ഞാൻ രാവിലെ ഇങ്ങനെ വരാം. ലക്ഷ്മിക്ക് വിശേഷം എന്തെങ്കിലും? വിശേഷമൊന്നുമില്ല. രൂപ വല്ലതും? ഓ വേണ്ട കൊച്ചമ്മേ. ചേട്ടാ, ഞാൻ ഇറങ്ങട്ടെ. ആ ചെല്ലേ. വണ്ടിയുടെ പണി കഴിഞ്ഞു, ഞാൻ പോട്ടെ. ആ മാത്തച്ഛൻ ചേട്ടാ, വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, ഒന്ന് നോക്കൂ. ദാ ഫോൺ ചെയ്തത് ഞാനാ സാർ. ഇവിടുത്തെ ഡ്രൈവറാ. എന്താ പേര്? നാരായണൻ. എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു? ഒരു 2 വർഷമായി സാർ. ഇവരൊക്കെ ഇവിടെ അടുത്തുള്ള താമസക്കാരാണ്. ഡെഡ് ബോഡി ആദ്യം കണ്ടതാരാ? ഇവിടുത്തെ ജോലിക്കാരി മാധവി. അവരെവിടെ? അകത്തോട്ട്. നീ ഇവിടാണോ താമസം? കുറച്ച് അകലെയാണ്, ദിവസവും പോയിട്ട് വരികയാണ്. ഇന്നലെ നീ എപ്പോഴാ പോയത്? ഇന്നലെ കുറച്ച് നേരത്തെ പോയി സാർ. ഒരു 4-4:30 മണിയായി കാണും. നിങ്ങൾ പോകുമ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആ വർക്ക്ഷോപ്പിലെ മേസ്ത്രി മാത്തച്ഛൻ ഉണ്ടായിരുന്നു സാർ. മാത്തച്ഛനോ? നിങ്ങളാണോ മാധവി? അതെ. എപ്പോഴാ ഡെഡ് ബോഡി കണ്ടത്? ഒരു ഏതാണ്ട് 6-6:30 ആയി കാണും. എത്ര വർഷമായി ജോലി ചെയ്യുന്നു? 5-6 വർഷമായി. ഇവിടാണോ താമസം? അല്ല, ദിവസവും പോയി വരിക. നല്ല ഉറക്കക്ഷണം ഉണ്ടല്ലോടാ. പകല് വർഷാപ്പും രാത്രി കൊലപാതകവും. തട്ടി പൊലയാളി മോനെ. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? ഈ പിള്ളേരും കൂടി ആശ്വസിപ്പിക്കേണ്ട അമ്മച്ചി ഇങ്ങനെ തുടങ്ങിയല്ലോ. ഞാൻ സ്റ്റേഷൻ വരെ പോയി വിവരം അന്വേഷിച്ചു വരാം. അപ്പച്ചനൊന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കുക. പ്രതിയെ രാവിലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തു സർ. വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു മാത്തച്ഛൻ. ഇല്ല, കുറ്റം സംഭവിച്ചിട്ടില്ല. നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കിയുള്ളൂ. ആ യെസ് സർ. ഓക്കെ. എടാ കഴിവറുടെ മോനെ, എത്ര കാലം വേണം നിന്നെ ഒന്ന് കണ്ടിട്ട്? നീ സിറ്റിയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. കടമറ്റത്ത് സ്റ്റേഷനിൽ നിന്നും നേരെ ഇങ്ങോട്ട് തന്നെ തട്ടിയത്. നമ്മുടെ മലയപ്പുറമിൽ കുരിയച്ചന തലി കേസിൽ. അതൊക്കെ പോട്ടെ, നിനക്ക് എന്താ അവിടെ പരിപാടി? എന്താടാ വല്ലാതെ? നീ ഫോണിൽ പറഞ്ഞ മാത്തച്ഛന്റെ കാര്യം തന്നെ. കോയിക്കൽ സരസ്വതിയമ്മയെ കൊന്ന് സ്വർണം മോഷ്ടിച്ച മാത്തച്ഛനുമായിട്ട് നിനക്കെന്താ കാര്യം? എനിക്ക് വേണ്ടപ്പെട്ട ആളാ. അദ്ദേഹത്തിന് ആരെയും കൊല്ലാൻ കഴിയില്ല, എനിക്ക് ഉറപ്പാ. എടാ, നീ കാണുന്ന മുഖമല്ല പലരുടെയും. ഞാൻ ഈ കള്ളന്മാരുടെ സൈക്കോളജി കുറെ പഠിച്ചതാ. കല്യാണപ്രായം എത്തി പുര നിറഞ്ഞു നിൽക്കുന്ന 4 പെമ്മക്കളെ അയക്കുള്ളത്. അപ്പൊ ഇച്ചിരി സ്വർണത്തിന് വേണ്ടി അയക്കത് ചെയ്യേണ്ടി വന്നു. ദാറ്റ്സ് ഓൾ. ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്ക് മാത്തച്ഛൻ ചേട്ടൻ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. കൊലപ്പുള്ളിയാ? നീ എന്റെ തൊപ്പി തെറിപ്പിക്കും.
ആ മാത്തച്ഛനെ ഒന്ന് കാണിച്ചു കൊടുക്ക. താങ്ക് യു. മോനെ സണ്ണി, നീയെങ്കിലും എന്നെ വിശ്വസിക്കുക. കാറ് നന്നാക്കാൻ ഞാൻ അവിടെ പോയത് സത്യമാണ്. പിന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ ശിക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്റെ കർത്താവേ? അമ്മച്ചും മക്കളും ഒക്കെ. വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. നാളെ രാവിലെ ചേട്ടൻ ഒരു കോടതിയിൽ ഹാജരാക്കും. വേണ്ട എന്താന്ന് വെച്ചാൽ നമുക്ക് ഉടനെ ചെയ്യാം. മോനെ, ചേട്ടൻ കോയിക്കില് വീട്ടിൽ ചെല്ലുമ്പോ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ? കൊല്ലപ്പെട്ട ആ സ്ത്രീയും പിന്നെ ഡ്രൈവർ നാരായണൻ. ഡ്രൈവർ നാരായണോ? അതാരാ? കോയിക്ക് വീട്ടിലെ ഡ്രൈവറാ. പലപ്പോഴും വർക്ക്ഷോപ്പ് വരാറുണ്ട്. അയാൾ എവിടെ താമസം? മാർക്കറ്റിന്റെ പുറകിൽ. ഈ ഡ്രൈവർ നാരായണൻ ഞാനാ. എന്ത് വേണം? കോയിക്കൽ സരസ്വതിയമ്മയെ സ്വർണത്തിന് വേണ്ടി കൊന്ന 3 അംഗ സംഘത്തിലെ പ്രധാനി ഡ്രൈവർ നാരായണൻ. മറ്റു 2 പേരും കൂടി ഉണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഇവൻ പറഞ്ഞുതരും. പിന്നെ ഞാനെന്നാ ഇനിയെങ്കിലും മാത്തച്ഛനെ കൂട്ടിക്കൊണ്ടു പോകാന്നല്ലേ? ഏതായാലും നാളെ കോടതിയിൽ ഹാജരാക്കുമല്ലോ. വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. താങ്ക് യു. വെൽക്കം. എന്താ അമ്മച്ചി ഇത്? പോലീസുകാര് തല്ലിയവല്ലോ ചെയ്തോ? എന്റെ പൊന്നമ്മച്ചി, ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കേ. മാത്തച്ഛൻ ചേട്ടൻ അവരൊന്നും ചെയ്തിട്ടില്ല. കുടുംബത്തിലൊരാന്തരം ഇല്ലാത്തതിന്റെ വിഷമം മനസ്സിലായത് ഇപ്പോഴാണ്. ഞാൻ ഈ പെൺപിള്ളേര് ഇതേവരെ തീരില്ല. ഇനിയിപ്പോ ഞങ്ങളൊക്കെ ഇല്ല അമ്മച്ചി. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. കാപ്പി കുടിച്ചിട്ട് പോ. പിന്നെ ഇപ്പോഴാ കാപ്പി. മോനെ ഊണ് കഴിച്ചിട്ട് പോ. അതാ നല്ലത്. വരൂ. പിന്നെ അമ്മച്ചി, മാത്തച്ഛൻ ചേട്ടനെ ഇനി എപ്പ പോലീസ് പിടിച്ചാലും സണ്ണിയെ വിളിച്ചാ മതി. ഏ? വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മഹന്തേട്ടൻ നല്ല ഡീസന്റ് പാർട്ടിയല്ലേ. അധ്വാനിച്ചുണ്ടാക്കിയ മണ്ണും പിറന്ന വീടും ഉപേക്ഷിച്ച് പ്രായമായ അമ്മച്ചിയെയും 4 പെൺമക്കളെയും കൂട്ടി ഞാൻ ഈ നഗരത്തിലെ വാടക വീട്ടിൽ താമസിക്കുന്നത് എനിക്കിഷ്ടമുണ്ടായിട്ടല്ല, നിവൃത്തികേടുമുണ്ട്. പുറമേ ചിരിക്കുമ്പോഴും നെഞ്ചിലെരിയുന്ന ഊറ്റിയാണ് മതി. ഒരു ജീവിതത്തിൽ മനുഷ്യൻ ഏറ്റുവാങ്ങേണ്ട ദുരിതങ്ങൾ മുഴുവൻ മണിക്കൂറുകൾ കൊണ്ട് സഹിച്ചു നിർത്തവനാണ് ഞാൻ. വീണ്ടും ഓർക്കാനും പുറത്താരോടും പറയാനും ഇഷ്ടപ്പെടാത്ത ആ കഥ സണ്ണിയോട് ഞാൻ പറയാം. ഇവിടെ നിന്നും വളരെ അകലെയുള്ള പുതുശ്ശേരി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. വളരെ സന്തോഷകരമായിരുന്നു സണ്ണി ഞങ്ങളുടെ കുടുംബജീവിതം. നഗരത്തിൽ നിന്നും വളരെ അകലെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ പണത്തേക്കാൾ ഉപരി സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഇടത്തരം കർഷക കുടുംബത്തിലാണ് ഞാൻ വളർന്നത്. ദൈവഭയമുള്ള, മണ്ണിനെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ആ ഗ്രാമത്തിലെ ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മച്ചിയോടും ഭാര്യ അന്നമ്മയോടും മക്കളോടും ചേർന്ന് ഞാൻ ജീവിച്ചു പോന്നു.
ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ് തച്ചമ്പള്ളി ദിവാകരപ്പണിക്കർ താമസിക്കുന്നത്. പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരനായ അച്ഛനും ആ തണലിൽ തെമ്മാടികളായ 3 മക്കളും. തച്ചമ്പള്ളി ദിവാകര പണിക്കർ. എടാ ഭാസ്കര, നിന്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ടിട്ടല്ല 20,000 രൂപ അങ്ങോട്ട് എണ്ണി തന്നത്, നിന്റെ ഭൂമി കണ്ടിട്ടാ. തച്ചമ്പള്ളി ദിവാകര പണിക്കര് പണം തന്നിട്ടുണ്ടെങ്കിൽ പണവും പലിശയും കൃത്യമായിട്ട് തിരിച്ചു വാങ്ങും. മൂത്ത മകൻ ഗോപിനാഥ പണിക്കർ. നിന്റെ പെങ്ങളുടെ കൈക്കന്ന് കയറി പിടിച്ചാൽ നീ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്യും, അല്ലാതെ തെണ്ടി. രണ്ടാമത്തെ മകൻ വിശ്വനാഥ പണിക്കർ. എന്റെ അനുവാദമില്ലാതെ നീ കട പൂട്ടുമല്ലേ? എന്റെ അച്ഛൻ എതിർത്തിട്ട് നിനക്ക് ഈ സ്ഥലം ഞാൻ തന്നത് എന്റെ സൗകര്യത്തിന് 2 എണ്ണം അടിക്കാനാണ്. ഇനി നീ കട നടത്തണ്ട, അതെനിക്ക് ഇഷ്ടമല്ല, മനസ്സിലായോ? ഇളയ മകൻ സോമനാഥ പണിക്കർ. ചേട്ടന്മാരുടെ ഊഴം കഴിഞ്ഞേ നീ വരികയുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. സാരമില്ല. ഇവരുടെ എല്ലാം ശിങ്കടി വാസു. തങ്കമ്മേ, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? തച്ചമ്പള്ളി ദിവാരപ്പണിക്കുടെ വലങ്കൈ. എന്റെ കയ്യിൽ വന്നിട്ടുള്ള എല്ലാ പെൺകുട്ടികളും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ നിന്നെ എന്റെ ഇഷ്ടപ്പെടുത്തോടി. തിന്നോടി, കുറച്ചുകൂടി ഒഴിക്കേ. ഞങ്ങളുടെ വസ്തുവിന്റെ ആധാരം പണയം വെച്ച് കൃഷിക്കായി വീടിനടുത്ത് തന്നെ കുറച്ചുകൂടി ഭൂമി ഞാൻ വാങ്ങിച്ചു. എന്താ മാത്തച്ചാ? പലിശയുടെ ബാക്കി കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതങ്ങ് വാങ്ങിച്ചിട്ട് ആ പണയാധാരം ഞാൻ തിരിച്ചു തന്നെ. അതിനെന്താ? അതെ, മാത്തച്ഛൻ എത്ര രൂപ കൊണ്ടുവന്നിട്ടുണ്ട്? പണിക്കര് പറഞ്ഞതുപോലെ പലിശയുടെ ബാക്കി 15,500 രൂപ. മുതൽ നേരത്തെ തന്നല്ലോ. അതെങ്ങനെയാ മാത്തച്ചാ ശരിയാകുന്നേ? 4 മാസത്തിന് മുമ്പ് ഈ 15,500 രൂപ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ദിവസം 105 രൂപ വെച്ച് ഞാൻ എത്ര രൂപ ഉണ്ടാക്കും അറിയാമോ? 18,600 രൂപ. അത് ഞാൻ എങ്ങനെയാ നഷ്ടപ്പെടുത്തുന്നത്? മാത്തച്ഛനോട് അങ്ങനെ ചോദിക്കാനൊക്കെ അല്ലല്ലോ. ഒരു 3,600 രൂപ ഞാൻ നഷ്ടപ്പെട്ടേക്കാം. ബാക്കി 15,000 രൂപ കൂടി തന്നാലേ ആധാരം തിരിച്ചു തന്നേക്കാം. ദൈവത്തെ ഓർത്ത് എന്നോട് ഇങ്ങനെ പറയല്ലേ പണിക്കരെ. ഇത് തന്നെ പിള്ളേരുടെ കഴുത്തിലും കാലിലും കിടന്നെടുത്ത് വിറ്റുണ്ടാക്കിയത്. അത് ബുദ്ധിമുട്ടാ മാത്തച്ഛ. സ്നേഹം വേറെ, ബിസിനസ് വേറെ. കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറയല്ലേ എന്റെ പണിക്കരെ. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് ആ ആധാരം ചിത്ര സാധ്യമല്ല. പലിശയും പലിശയുടെ പലിശയും തരാതെ ആധാരം തിരിച്ചു തരുന്ന പ്രശ്നമില്ല. എനിക്ക് അല്പം തിരക്കുണ്ട്. മാത്തച്ഛൻ പോ. പോ മാത്തച്ഛ. നേരം വെളുത്തപ്പോ തുടങ്ങിയാണല്ലോ. വേഗം എടുത്തിറക്ക്. ആരാണ് എന്റെ വസ്തു കൈയേറുന്നേ? അയ്യോ കൊണ്ടെന്ന് വിചാരിച്ച് എന്ത് ചെയ്യാമോ? ഞങ്ങളുടെ വേലയെ തൊട്ട് പോരുത്, മനസ്സിലായോടാ? നിങ്ങളുടെ വേലി നിങ്ങളുടെ ഇറച്ചി അപ്പുറത്തല്ലേ? അവന്റെ ഒരു വേലി. എടോ കളവാ, താൻ വെറുതെ കിടന്ന് തൊള്ള തുറക്കണ്ട. ഞങ്ങളെ ഞങ്ങളുടെ സൗകര്യം പോലെ ചെയ്യും. എന്താണെന്ന് കാണണമല്ലോ. ഇത് ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ മണ്ണ. ഇതാരും കൈയിറക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ പോടോ കളവാ. വഴക്കിനൊന്നും പോണ്ട. ആ പറഞ്ഞാ ശരി. അത് കെട്ടിയവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പേടിച്ച് മിണ്ടാണ്ടിരുന്ന വസ്തു മുഴുവൻ അമ്മയുടെ കയ്യിലിരിക്കും. ഞാനൊരു സമ്മതിക്കില്ല. എന്ത് ചെയ്യാൻ പഠിക്കാത്തവന്മാരാ? അമ്മച്ച് മിണ്ടാണ്ടി എന്നെ വിടാൻ വിടാൻ. തച്ചമ്പള്ളിക്കാരോടാ കളിയല്ലേ? ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള വിചാരം കൊണ്ടല്ലേ അവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ വസ്തു മുഴുവൻ അമ്മയുടെ കയ്യിലിരിക്കും. നമുക്കെന്നാ പോലീസിൽ ഒരു പരാതി കൊടുത്താലോ മാത്തച്ഛ? ഒരു കാര്യമില്ല അമ്മച്ചി. സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ വാടി പ്രതിയാവും. കൊടുക്കുകയാണെങ്കിൽ കളക്ടർക്ക് ആ പെറ്റീഷൻ കൊടുക്കേണ്ടത്. വസ്തുവിന്റെ പ്ലാനും കരം കെട്ടി രസീതും വെച്ചൊരു പെറ്റീഷൻ. അതിരുകല്ല അവിടെ ഉണ്ടല്ലോ. അത് കാണിച്ച് ആരെയും നമുക്ക് സത്യം ബോധ്യപ്പെടുത്താലോ. അതും അവന്മാര് മാറ്റി കഴിഞ്ഞു. പരാതിപ്പെട്ടാൽ RDOയുടെ തീരുമാനം നമുക്ക് അനുകൂലമാണെങ്കിലും അവർ കോടതി പോവാതിരിക്കില്ല. ഇതിന്റെ ഒക്കെ പുറകെ പൈസയായിട്ട് നടക്കാൻ ആരെ കൊണ്ട് പറ്റും? ഇനിയിപ്പം നമ്മൾ എന്നാ ചെയ്യാനാ? എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ 1 സെന്റ് ഭൂമിയും അവർക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല.
കുഞ്ഞ് തനിച്ചേ ഉള്ളൂ. ആ അതിനെന്താ അമ്മച്ചി, 2 മണിക്കൂറിൽ നമുക്ക് തിരികെ എത്താമല്ലേ? വേഗം നടക്കേ. എന്റെ അന്നമ്മ, എന്റെ മകളുടെ മാനം എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. എല്ലാ ഭാരവും എന്റെ ചുമലിൽ ഏൽപ്പിച്ചിട്ട് അവൾ പോയി സണ്ണി. ചേട്ടത്തെ ചവിട്ടിക്കൊന്നിട്ട് കേസൊന്നും ഉണ്ടായില്ലേ? കേസ് തച്ചമ്പള്ളിപ്പണിക്കരുടെ പണത്തിന് മുന്നിൽ പോലീസും നിയമമൊന്നും തലപൊക്കിയില്ല. അവസാനം കൊലപാതകം അപകടമരണമായി. വിധി വന്ന ദിവസം രാത്രി തന്നെ ഞങ്ങൾ അവിടം വിട്ടു പോന്നു. അമ്മച്ചിയുടെ നിർബന്ധമായിരുന്നു. പിന്നെ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല സണ്ണി. എന്റെ മോളിക്കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് ഇവിടെ ഒരാൾക്കും അറിയില്ല. ഈ ഒരു സത്യം ഇപ്പൊ മോന് മാത്രമേ അറിയാവൂ. മാത്തച്ചേട്ടൻ എന്നെ വിശ്വസിക്കാം. അവന്മാരെ പിടിച്ച് നാട്ടിലെ ഭൂമിയും വീടും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നതിൽ ഒരർത്ഥമില്ല. മാത്തച്ചേട്ടൻ നാട്ടിലേക്ക് എന്നെ മടങ്ങണം. ഇനിയിപ്പോ ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ.